ഹലോ, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. അമ്മയുടെ ഫ്രണ്ട് ദിലീപങ്ങളുടെ വീട്ടിലാണ് പോകുന്നത്. കുന്നംകുളത്തായിരുന്നു വീട്. അങ്ങനെ നമ്മൾ രാത്രി എത്തി. രാവിലെ അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് റെഡിയായി. അപ്പോൾ ചേട്ടന് മുണ്ട് ക്യാമറ കാണിക്കണം എന്ന് പറഞ്ഞത് കാണിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. ജിക്കും അമ്മയും പപ്പയൊക്കെ റെഡിയായി. നമ്മൾ അവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇത് അവിടെ ഉള്ളൊരു പാലസാണ്. പണ്ട് കാലത്ത് ഈ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഈ പാലസിലുള്ളവർക്ക് മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മൾ പോയ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇതാണ് നമ്മുടെ ദിലീപങ്ങള് ചേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അമ്മ വഴിപാടൊക്കെ എഴുതാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ തൊഴാനായിട്ട് കയറി. ഈ ക്ഷേത്രത്തിന്റെ പഴമയാണ് ക്ഷേത്രത്തിന്റെ ഭംഗിയും ഐശ്വര്യവും മാറ്റും ഒക്കെ കൂട്ടുന്നത്. ആൽത്തറയായാലും ക്ഷേത്രക്കുളമായാലും ഒക്കെ മനോഹരമായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് ഗുരുവായൂരേക്കാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ച് നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഗുരുവായൂരേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഇവിടെ താറൊക്കെ പൂജിക്കാനായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നന്നായിട്ട് തൊഴുത് ഇറങ്ങി. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേനും അമ്മ പായസവും പ്രസാദവും ഒക്കെ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ജിക്കും കൂടെ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ക്യൂവിനൊരു മാറ്റം ഇല്ല, നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അമ്മേനെ സ്പോട്ട് ചെയ്തു. അങ്ങനെ അമ്മ ആദ്യം തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രസാദവും പായസമൊക്കെ വാങ്ങി അമ്മയുടെ പപ്പയുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് ഗുരുവായൂരപ്പനെ ഒന്നുകൂടെ തൊഴുതു. അന്ന് മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. എങ്കിലും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാൻ പറ്റി. ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഗുരുവായൂരപ്പനോട് യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേട്ടാ, ബൈ ബൈ.